ഓക്കെ, സോ കളർ ഗ്രേഡിങ് കുറച്ചും കൂടി സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എനിവേ, ഒരു ഫോണും പെർഫെക്റ്റ് അല്ല. ഓക്കെ, നമുക്ക് ബെസ്റ്റ് ഫോൺസ് എന്ന് പറയാൻ പറ്റും, പക്ഷേ ഒരു ഫോണും പെർഫെക്റ്റ് അല്ല. iQOO 7 പെർഫെക്റ്റ് ഫോണല്ല. ഈ ഫോണിലും പോരായ്മകളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ 30,000 പ്രൈസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദി ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം, പക്ഷേ ദി ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും iQOO 7. സ്പെഷ്യലി വാല്യൂ ഫോർ മണീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദി ബെസ്റ്റ് ഫോണാണ് iQOO 7. അതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് iQOO 7 30,000 പ്രൈസ് കാറ്റഗറിയിൽ ദി ബെസ്റ്റ് ഫോൺ ആവുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഒരു ഫോണിൻ്റെ ഡിസൈൻ ഒരു സബ്ജക്റ്റീവ് പ്രിഫറൻസ് ആണ്. എന്ന് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെടുന്നൊരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, സോ ആ ഒരു സംഭവം ഉണ്ട്. പക്ഷേ നമ്മളൊരു ഓവറോൾ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പല കമ്പനികൾ ഒരുപാട് പൈസ ചിലവാക്കാറുണ്ട് ഡിസൈനിൻ്റെ പുറകിൽ. കാരണം ഡിസൈൻ മാറ്റേഴ്സ്, അതുകൊണ്ടാണല്ലോ എല്ലാ ഫോണിലും വേറെ വേറെ ഡിസൈൻസ് ആണ് വരുന്നത്. അതേ രീതിയിൽ iQOO 7 നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല പ്രൊഫഷണൽ ക്ലീൻ ക്ലാസി ലുക്കാണ് കിട്ടുന്നത്. ആവശ്യമില്ലാത്ത ബ്രാൻഡിങ് എഴുത്തൊന്നുമില്ല. ഒരു ചെറിയൊരു iQOOൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, ദാറ്റ്സ് ഓൾ. ക്ലീൻ ലുക്കാണ്. അതിനോടൊപ്പം തന്നെ മാറ്റ് ഫിനിഷ് കൊടുക്കുന്നതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് ഒന്നും പെട്ടെന്നൊന്നും പതയുന്നില്ല. iQOO 7 ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. സ്റ്റിൽ ഇതിൻ്റെ ഒരു ബിൽഡും ഇൻ ഹാൻഡ് ഫീൽ നല്ല സ്ലിം ആണ്, ബൾക്കി അല്ല. പല പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺസും നല്ല ബൾക്കി ആയിരിക്കും, തിക്ക് ഫോൺസ് ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. ചില യൂട്യൂബ് റിവ്യൂസിൽ നെഗറ്റീവ് ഒരു കോമെൻറ്റ് വരുന്നുണ്ടായിരുന്നു. അതായത് iQOO 3 എന്ന ഫോണിൽ ട്രിഗേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടെ ടച്ച് സെൻസിറ്റീവ് ട്രിഗേഴ്സ് ഉണ്ടായിരുന്നു. iQOO 7 നിന്ന് ആ ഒരു ട്രിഗർ എടുത്ത് മാറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. കാരണം ട്രിഗേഴ്സൊക്കെ വരുമ്പോഴേക്കും അതൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ക്രൗഡിലേക്ക് അങ്ങ് മാറും. ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസി ക്ലീൻ പ്രൊഫഷണൽ ലുക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ട്രിഗർ എടുത്ത് മാറ്റിയതുകൊണ്ട് ഗെയിമർ നോൺ ഗെയിമർ എല്ലാവർക്കും ഈ ഫോൺ സൂട്ട് ചെയ്യും. സോ തീർച്ചയായിട്ടും ഡിസൈൻ്റെ പോയിന്റ് ഓഫ് ഫുൾ മാർക്കാണ്. ഒരേ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഇല്ലായ്മ. ഓക്കെ, സോ റിയൽമി എന്ന ബ്രാൻഡ് ഇപ്പോൾ ഹെഡ്ഫോൺ ജാക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. എനിവേ ഡിസൈൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഫുൾ മാർക്സ് ആണ്. നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. iQOO 7 സ്ലിം ലൈറ്റ് വെയ്റ്റ് ഒക്കെയാണ്, പക്ഷേ സ്റ്റിൽ കോമ്പാക്ട് ഫോണല്ല. 6.6 ഇഞ്ചിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും വൺ ഹാൻഡ് ഫോണല്ല, പക്ഷേ അത്രയും വലിയൊരു ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് യൂട്യൂബ് ആണെങ്കിലും ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് എവിടെ കാണുന്ന വെച്ചാൽ അവിടെ എല്ലായിടത്തും നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഈവൻ ഗെയിമിങ്ങിലും ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഗെയിമിങ്ങിലും നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. 120 ഹെർട്സിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഹൈ റിഫ്രഷ് റേറ്റ്. അതുകൊണ്ട് തന്നെ UI-ലും പിന്നെ 120 FPS സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിലേക്ക് നല്ല ഒരു സ്മൂത്ത്നെസ് ആണ് കിട്ടുന്നത്. HDR10+ൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കേഷൻ നെറ്റ്ഫ്ലിക്സിൽ വരുന്നില്ല. സോ നെറ്റ്ഫ്ലിക്സിൽ ഫുൾ HD കണ്ടൻറ്റ് കാണാൻ കഴിയും, വൈഡ് വൈൻ L1 ഉണ്ട്, പക്ഷേ നെറ്റ്ഫ്ലിക്സിലുള്ള HDR കണ്ടൻറ്റ് കാണാൻ കഴിയുന്നില്ല. അപ്ഡേറ്റിലൂടെ iQOO അത് കറക്റ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു ഡിസ്പ്ലേ പ്ലസ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഈ ഫോൺ പോക്കോ F3 GT പോലത്തെ ഒരു ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ഫോണല്ല, സ്റ്റിൽ നല്ല ക്ലാസ് ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഈവൻ ഫ്ലാഗ്ഷിപ്പിനെ വെല്ലുന്ന പെർഫോമൻസ് കിട്ടുന്നുണ്ട്. കാരണം ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 888 ഉള്ള കുറേ ഫ്ലാഗ്ഷിപ്പിൽ നമ്മൾ PUBG കളിക്കുമ്പോൾ നല്ല ഹീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് ആ ഒരു ചിപ്സെറ്റിൽ. പക്ഷേ ഇവിടെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ പോലും ഞാൻ ഫേസ് ചെയ്തില്ല. അത് ചാർജ് ചെയ്യുമ്പോഴും ക്യാമറ ഓൺ ചെയ്യുമ്പോഴും പുറത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ എവിടെ യൂസ് ചെയ്താലും iQOO 7 നല്ല ടെമ്പറേച്ചർ കൺട്രോൾ കാഴ്ചവെക്കുന്നുണ്ട്, സ്പെഷ്യലി ഗെയിമിങ്ങിൻ്റെ സമയത്തൊക്കെ. എനിവേ ഈ ഒരു ഫോണിൻ്റെ ഇൻഡെപ്ത് BGMA ഗെയിമിംഗ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽഡ് ഗെയിമിംഗ് പെർഫോമൻസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതി, നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. iQOO എന്ന കമ്പനി വിവോൻ്റെ സബ് ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ iQOOലും വിവോൻ്റെ ഫൺ ടച്ച് OS ആണ് വരുന്നത്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ ചെറിയൊരു എക്സ്പീരിയൻസ് ചെറുതായിട്ടൊന്ന് ഡീസൻറ്റ് ആവറേജ് എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമറ പെർഫോമൻസ് ചാർജിങ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ലെവലിലാണ് ഇരിക്കുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ലേശം ആവറേജ് ആണ്, ഡീസൻ്റ് ആണ്. അങ്ങനെ സ്റ്റക്കും ഗ്ലിച്ചൊന്നുമില്ല കേട്ടോ, ആ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ല. പക്ഷേ 30,000 റുപ്പീസ് ആണ്. പ്ലസ് iQOOൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആണ് iQOO 7 സീരീസ്, 7 ലെജൻഡ്. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു റിഫൈൻഡ്, കുറച്ചും കൂടി ഒരു പോളിഷ്ഡ് UI എക്സ്പീരിയൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പെഷ്യലി ഈ ഹോട്ട് ഗെയിംസ്, ഹോട്ട് ആപ്സ്, ഇതൊരുമാതിരി ബഡ്ജറ്റ് ലെവൽ ആപ്ലിക്കേഷൻസ് ആണ് ഈ ഹോട്ട് ഗെയിംസും ഹോട്ട് ആപ്സ്. ബേസിക്കലി ആപ്പ് റെക്കമെൻഡേഷൻ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പം
അത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പ്രത്യേകം ഒരു വിൻഡോ കാണിക്കുന്നുണ്ട്. അത് ബേസിക്കലി ആപ്പ് റെക്കമെൻഡേഷന് വേണ്ടിയുള്ള സംഭവമാണ്. സോ ഇതൊക്കെ ബഡ്ജറ്റ് ലെവൽ മിഡ് റേഞ്ചിലും അക്സെപ്റ്റബിൾ അല്ല, പക്ഷേ സ്റ്റിൽ നമ്മൾ സഹിക്കുന്നുണ്ട്. പക്ഷേ 30,000 പ്രൈസ് റേഞ്ചിലുള്ള ഒരു ഫോണിൽ അത് വരാൻ പാടില്ല. സോ ഇനി iQOOൻ്റെ iQOO 8 വരുമ്പോൾ 8 സീരീസിൽ ഒറിജിൻ OS വരുന്നുണ്ട്. സോ പുതിയൊരു OS ആണ് ഒറിജിൻ OS, അത് വരുന്നുണ്ട്. സോ ഐ എം എക്സൈറ്റഡ്, ലെറ്റ് സി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് അതിൽ വരുന്നുണ്ട്. പക്ഷേ ഈ വക പരിപാടികളൊക്കെ അവിടെ ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൺസിസ്റ്റൻറ്റ് ക്യാമറ പെർഫോമൻസ്, നമ്മൾ വെറുതെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പോയിൻ്റ് ആൻഡ് ഷൂട്ട് ചെയ്ത് നല്ല ഫോട്ടോസ് തരണം. അപ്പോഴാണ് ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ക്യാമറ ഫോൺ നല്ലൊരു ക്യാമറ ഫോൺ ആവുന്നത്. ഓക്കെ, അതേ രീതിയിൽ iQOO 7 നല്ലൊരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് തരുന്നുണ്ട്. ഓബ്വിയസ്ലി പിക്സൽ അല്ലെങ്കിൽ ഐഫോൺ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് വരുന്നില്ല. സ്റ്റിൽ 30,000 ഒരു പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോൺ തരുന്ന ഒരു ഡൈനാമിക് റേഞ്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് ക്യാമറ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും. ഓൾറൗണ്ട് ക്യാമറ ഓപ്ഷനാണ് iQOOൻ്റെ iQOO 7. വളരെ നല്ല ഫോട്ടോസാണ് വരുന്നത്. കളേഴ്സൊക്കെ നല്ല വൈബ്രൻ്റ് ആണ്, ഐ പ്ലീസിങ് കളേഴ്സാണ് കൊടുക്കുന്നത്. നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ബിൽഡിങ്സും സീനറീസും നേച്ചർ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ഡൈനാമിക് റേഞ്ച് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് HDR മോഡ് ഓൺ ആയിരിക്കുമല്ലോ, മിക്ക ഫോൺസിലും ഓൺ ആണ്. സോ നമ്മൾ ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഹ്യൂമൻ സബ്ജക്റ്റ് ആണെങ്കിൽ HDR മോഡ് ഓൺ ആവും. ഓൺ ആയതിനു ശേഷം പിന്നെ നല്ല വെളുപ്പിക്കലൊക്കെ നടക്കുന്നുണ്ട്, സ്കിന്നിൽ നല്ല രീതിയിൽ വൈറ്റനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ HDR ഓഫ് ചെയ്യുമ്പം ഓക്കെ ആവുന്നുണ്ട്. വീഡിയോ നല്ലതാണ്, നല്ല ഡൈനാമിക് റേഞ്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ പോരാ. അതായത് ഫോർ എക്സാമ്പിൾ പോക്കോ F3 GTയിൽ OIS വരുന്നില്ല, അതായത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ ഫീച്ചർ വരുന്നില്ല. എന്നിട്ടും iQOO 7ൻ്റെ വീഡിയോ സ്റ്റെബിലൈസേഷനെക്കാളും കുറച്ചുകൂടി ബെറ്റർ അവിടെ കിട്ടുന്നുണ്ട് പോക്കോ F3 GTയിൽ. സോ ഇവിടെ സ്റ്റെബിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. iQOO 7ൻ്റെ സെൽഫി ക്യാമറ പെർഫോമൻസ് ഇംപ്രസീവ് ആണ്. ഔട്ട്ഡോർ ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും നാച്ചുറൽ ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ്, ലോ ലൈറ്റ് എല്ലായിടത്തും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല സ്കിൻ ടോൺസ് വരുന്നുണ്ട്, ബൊക്കയൊക്കെ നല്ല നാച്ചുറലാണ്. ഓക്കെ, ബാക്കിൽ ലൈറ്റ് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ഫേസൊക്കെ ക്ലിയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. അത് വീഡിയോ ആണെങ്കിലും ശരി, ഫോട്ടോ ആണെങ്കിലും ശരി, നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. ഈ ഫോണിൻ്റെ കണക്ടിവിറ്റീൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഇതുവരെ ഒരു ഇഷ്യൂവും ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 2 മാസമായെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇതുവരെ ഒരു കോൾ ഡ്രോപ്പ് അല്ലെങ്കിൽ വൈഫൈ കണക്ടിവിറ്റി ഇഷ്യൂ ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. സോ നോ ഇഷ്യൂസ്. iQOO 7 ഒരു 5G ഫോണാണ്, പക്ഷേ 5Gൻ്റെ ബാൻഡ്സിൻ്റെ എണ്ണത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു 1 അല്ലെങ്കിൽ 2 ബാൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ അത് ചെറിയൊരു പോരായ്മ തന്നെയാണ്. 5G ആണെങ്കിലും 5G വന്നതിന് ശേഷം എല്ലാ ബാൻഡിലേക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ബാൻഡ്സിൻ്റെ എണ്ണം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സോ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് ചെറിയൊരു സംഭവം ഉണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ iQOO 7 ഒരു പെർഫെക്റ്റ് ഫോണല്ല, പക്ഷേ സ്റ്റിൽ ഇത് തരുന്നൊരു വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ ചിലവാക്കുന്ന പൈസയിൽ നിന്ന് കിട്ടുന്ന ഒരു വാല്യൂ, അത് തീർച്ചയായിട്ടും അൺബീറ്റബിൾ ആണ്. നല്ല വാല്യൂ, എല്ലാം കാറ്റഗറീസ് അവർ കവർ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ, പെർഫോമൻസ്, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാറ്ററിനെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ല. സോ ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. 1 ഡേ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയാൻ പറ്റും. 4400 mAh ആണ് ബാറ്ററി, ലേശം കുറവാണ്. എനിക്കൊന്ന് ലൈറ്റ് വെയിറ്റ് സ്ലിം ആക്കാൻ വേണ്ടിയാണ്. ഇറ്റ്സ് ഓക്കെ, 1 ഡേ കിട്ടുന്നുണ്ട്. ചാർജിങ് അത്യാവശ്യം ഫാസ്റ്റാണ് കേട്ടോ. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. 15 മിനിറ്റ് കൊണ്ട് 50% ഒക്കെ എത്തുന്നുണ്ട് ചില സമയങ്ങളിൽ. സോ തീർച്ചയായിട്ടും സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. ബാറ്ററി ബാക്കപ്പ് ഇസ് ഡീസൻറ്റ്, ഓക്കെ ബാറ്ററി ബാക്കപ്പ് ആണ്. സോ ഇതൊരു പെർഫെക്റ്റ് ഫോണല്ല, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ 30,000 പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് ആയിരിക്കും iQOO 7, അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാൻ പറ്റും iQOO 7. ഞാൻ ഈയിടെ പോക്കോ F3 GTൻ്റെ ഫൈനൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കുക. ഈ 2 ഫോൺസിൻ്റെ കമ്പാരിസൺസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതും കണ്ടു നോക്കുക. ഞാൻ ഇവിടെ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.